നമ്മൾ തലശ്ശേരിക്കാരുടെ ഒരു അഹങ്കാരങ്ങളിൽ ഒന്നാണ് കേട്ടോ തലശ്ശേരിയിലെ ഫലൂദ. അപ്പം നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫലൂദ കഴിക്കാതിരിക്കുന്ന മോശമാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഫലൂദ കഴിക്കാനാണ് പോണെങ്കിലും നാട്ടിൽ വന്നിട്ട് ഇത് ആദ്യമായിട്ടല്ല കേട്ടോ പോണത്. ഇപ്പം നാട്ടിൽ വന്നിട്ട് ഒരു 10 ദിവസമായെങ്കിലും ഒരു 5 പ്രാവശ്യമെങ്കിലും ഫലൂദ കഴിക്കാൻ പോയിട്ടുണ്ട്. ഇവിടുത്തെ ഫലൂദയ്ക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അതെന്താണെന്നറിയില്ല. അതിപ്പോൾ എൻ്റെ സ്വന്തം നാടായതുകൊണ്ട് തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയാണ് അത്. പക്ഷേ ഈ തലശ്ശേരിയിൽ നിന്ന് നമ്മൾ മാറിയിട്ട് വേറെ എവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞാലും കണ്ണൂരിലെ വേറെ എവിടെ നിന്ന് കഴിച്ചാലും എനിക്ക് ആ ഒരു ടേസ്റ്റ് തോന്നാറില്ല കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ പോകുന്നത് തലശ്ശേരിയിൽ ഫലൂദ കഴിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്മയും അച്ഛനും തലശ്ശേരിയിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ചക്കരക്കല്ല് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ പുതിയ വീടെടുത്തിട്ട് താമസിക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്നതാണ് ഇനിയിപ്പോൾ ഫലൂദ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലശ്ശേരി പോകണമല്ലോ എന്ന്. പക്ഷേ ഞങ്ങൾ ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്ക് കണ്ടുപിടിച്ചൊരു സ്പോട്ടാണ് കേട്ടോ ഈ കേക്ക് ഹബ്ബ്. അമ്മയും അച്ഛനും പല പ്രാവശ്യം അതിൽ വഴി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഫലൂദ നല്ലതായിരിക്കും എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം തലശ്ശേരിനെ വല്ലാൻ ആർക്കും പറ്റില്ല എന്നുള്ള ഒരു ചിന്തയാണ് അവരുടെ മനസ്സിൽ. പക്ഷെ നമുക്ക് തലശ്ശേരിയിൽ നിന്ന് കഴിക്കുന്ന അതേ ഫ്ലേവറിൽ നമുക്കിവിടെ കഴിക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പം തലശ്ശേരി വരെ പോകണ്ടല്ലോ ഫലൂദ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഫലൂദ മാത്രമല്ല കേട്ടോ, ഇവിടെ എല്ലാ തരത്തിലുള്ള ഫുഡും കിട്ടും. എല്ലാം ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഞങ്ങളിപ്പം കസിൻസിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു, ഏട്ടനും അമ്മയച്ഛൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ പലതരം ഫുഡുകളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ.